അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ പഴയന്നൂർ ടൗണിൽ നിന്ന് എളനാട്ടിൽ പോകുമ്പോൾ കുമ്പളക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 400-500 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് കൊടുക്കുന്ന ദൂരം. കോൺക്രീറ്റ് റോഡാണ്, പഞ്ചായത്ത് റോഡ് സൈഡാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന 45 സെൻറ്റ് സ്ഥലവും ഒരു വീടും, അതിൽ പിന്നെ നമുക്ക് അത്യാവശ്യം തെങ്ങ് മരങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫാമിനൊക്കെ അനുയോജ്യമായിട്ടുള്ള വീടാണ്. എന്ത് വിധത്തിലുള്ള ഫാം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സൗകര്യമുള്ളതാണ്. അപ്പോൾ ഇതിനെ അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് 35,000 റുപ്യാണ്. ഫൈനൽ റേറ്റ് ആണ്, നെഗോഷ്യബിൾ അല്ല. 40,000 രൂപയാണ് നമ്മൾ വന്ന ടൈമിൽ പറഞ്ഞ്. നമ്മൾ സംസാരിച്ച് 35 റുപ്യ അളന്ന് കാണുന്ന സെൻറ്റ് ഒന്നിന് ഫൈനൽ റേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ അളവിൽ കൂടുതൽ കുറച്ച് സ്ഥലമുണ്ട്, പക്ഷേ നമുക്ക് ആധാരത്തിൽ 45 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ്. ബസ് റൂട്ടിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 400-500 മീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ദൂരമുള്ളൂ. തൊട്ട് നമുക്ക് വീടുകളുണ്ട്. തൊട്ട് വീട് പറഞ്ഞാൽ പറ്റേ അടുത്തടുത്തില്ല. ഒരു വീട് കഴിഞ്ഞ് 50 സെൻറ്റും 1 ഏക്കറൊക്കെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടെറസ് വീട്, അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ അവിടെ റോഡ് വീട്, അതേമാതിരി ഇവിടെ റോഡ് വീട്. നമ്മളെ പ്രോപ്പർട്ടി ഈ നേരെ കാണുന്ന പ്രോപ്പർട്ടിയാണ്. ഇതിൽ നമുക്ക് 45 സെൻറ്റ് സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ഓരോന്ന് അവിടെ ഇവിടെ. അതേപോലെ തന്നെ വീട് താമസയോഗ്യമായിട്ടുള്ള വീടാണ്. റോഡ് സൈഡിനാണ്, അത്യാവശ്യം റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിത് റോട്ടിൽ നിന്ന് ഈ കാണുന്ന രൂപത്തിൽ ഒരു 4 അടി 5 അടി, ഒരു 5 അടി 6 അടിയോളം ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു വണ്ടി കയറ്റാൻ സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്കൊരു സൈഡിൽ ലേശം മണ്ണ് വലിച്ചൊന്ന് സ്ലോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുടെ അതിര് വരുന്നത് ഈ സിമെൻറ്റും കാലിട്ടിരിക്കുന്നതിൻ്റെ അവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ അതിര് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് ആ തെങ്ങ് കാണുന്നതിൻ്റെ അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഭാഗത്ത് അതിര് പോകും. ഈ സൈഡിൽ അതിര് ഈ കാണുന്നത് തന്നെയാണ്. നമ്മളെ പഴയകാല കല്ലുകൊണ്ടുള്ള പടവാണ് ഈ സൈഡിൽ അതിര്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ റോഡ് ഫ്രണ്ടേജ്. എല്ലാ ഭാഗത്തും കോൺക്രീറ്റ് ആയിട്ടുണ്ട് റോഡ്. അത്യാവശ്യം എല്ലാ വലിയ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഇങ്ങനെ വന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡ് ഇതുവരെക്കാണ് റോഡ് ഫ്രണ്ടേജ്. നമുക്ക് ഏകദേശം ഒരു 70-80 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു മരം കാണാം. ആ മരത്തിൻ്റെ ഇതുവരെക്കാണ് നമുക്ക് റോഡ് ഫ്രണ്ടേജ്. ഇവിടെ ഈ ഭാഗത്ത് മാത്രം ലേശം മണ്ണ് റോഡുള്ളൂ. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഭാഗത്തൊക്കെ ഫുള്ള് കോൺക്രീറ്റ് റോഡാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള വീടാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മരം നിൽക്കണ വരക്കാണ്, ഈ സെൻറ്ററിൽ കാണുന്ന ഈ മരം നിൽക്കണ വരക്കാണ് നമ്മൾ അതിരുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന സ്ഥലം. പിന്നെ നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ ഉൾഭാഗം കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. അപ്പോൾ നമ്മൾ റോഡിൻ്റെ ഫ്രണ്ടേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ റോഡിൽ നിന്ന് നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഈ കരിങ്കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടി കാണുന്നതാണ് നമ്മളെ പ്രോപ്പർട്ടിയുടെ അതിര് തുടങ്ങുന്നത്. ഈ സൈഡിലുള്ളത് വേറെ ആളെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതിര് ഇവിടുന്ന് ഇങ്ങടാണ്. ഈ കരിങ്കല്ല് കെട്ടി കാണുന്നതാണ് നമ്മുടെ അതിര്. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. അത്യാവശ്യം നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ്, താമസയോഗ്യമായിട്ടുള്ള വീടാണ്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് വീട് കണ്ടാൽ അറിയാം. അത്യാവശ്യം ഓട് വീടാണെങ്കിലും നല്ല വീടാണ്. കാര്യമായ മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഒരു പ്ലാവിൻ്റെ തൈയുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കായ്ഫലുള്ള ഒരു തെങ്ങുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ പെട്ട് പോയിട്ടുള്ളത്, അതുകൊണ്ട് തേങ്ങ കുറവാണ്. അത്യാവശ്യം കായ്ക്കുന്ന തെങ്ങുകളാണ് എല്ലാതും. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെയുണ്ട് ഒരു പ്ലാവിൻ്റെ തൈ. അതേപോലെ ഒരു പുളിമരം ഉണ്ട് അവിടെ. ഇതിൽ പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ കാണുന്ന പാറ, ഇത് നമുക്ക് അടിയിൽ പരന്നിട്ടുള്ള പാറ എന്നല്ല, ഒറ്റപ്പാറയാണ്. ഈ കാണുന്ന പോലെ ഒരു പാറ നമുക്ക് ഇതിലുണ്ട്. അതുകൊണ്ട് തടസ്സമൊന്നും നമുക്കില്ല. ഇനി നമുക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തറപ്പണിക്ക് കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു സൈഡുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് മണ്ണിൻ്റെ ചുമരോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നുമല്ല, ഹോളോ ബ്രിക്സ് കൊണ്ടാണ് നമുക്കിതിൻ്റെ ചുമര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ തറയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഫൗണ്ടേഷനൊക്കെ വളരെ ക്ലിയറാണ്, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അത്യാവശ്യം ബാക്ക് സൈഡിലൊക്കെ നമുക്കിവിടെ സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ തെങ്ങുണ്ട്, അതേപോലെ തേക്ക് അവിടെ ഇവിടെ ചില ഭാഗങ്ങളിലുണ്ട്. പിന്നെ അത് അടക്കാപ്പഴത്തിൻ്റെ മരമുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പലജാതി മരങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു 45 സെൻറ്റിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു മാവും തൈ ഉണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചെന്ന ഈ ഭാഗമൊക്കെ നമ്മളെ പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ്. നമുക്കിതിൽ കാണുമ്പോൾ തന്നെ അളവിൽ കൂടുതൽ സ്ഥലമുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. 45 സെൻറ്റ്
സ്ഥലമാണ് നമുക്ക് ആധാരപ്രകാരമായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഇനി നമുക്ക് തെങ്ങോ കവുങ്ങോ അല്ലെങ്കിൽ ഒരു ഫാം പോലെ കോഴി ഫാമോ അങ്ങനെ എന്ത് ചെയ്യണമെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. നേരെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു തെങ്ങുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു തേക്കുണ്ട്, അപ്പുറത്തൊരു തേക്കുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് പഴയന്നൂർ ടൗണിക്കൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരെ വരുന്നുള്ളൂ. അതേപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ലോക്കൽ ബസ് റൂട്ട് ഉണ്ട്. ആ ബസ് റൂട്ടിക്ക് ഒരു 500-400 മീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇതുവരെക്കാണ്, ഈ കുറ്റി ഇവിടെ അടിച്ചിരിക്കണത് കാണാം, ഇതുവരെക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് വരുന്നത്, ബാക്ക് സൈഡ് അതിര്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്ന ഏരിയയാണ് നമ്മളിന്ന് കാണിച്ചിരുന്ന പ്രോപ്പർട്ടി. അത്യാവശ്യം തെങ്ങുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിന് സമാധാനപരമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഭാഗത്ത് നമുക്കൊരു മാവ്